الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم ونفسي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والحمد لله رب العالمين. ബഹുമാന്യനായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ സൂക്ഷിച്ചും ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾ മാനിച്ചും പാലിച്ചും തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിത ഇടപാടുകളെ മരണം വരെയും നിലനിർത്തിക്കൊണ്ടുപോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വയുടെ പാതയിൽ സഞ്ചരിച്ച് മുസ്ലിമായി ഈ ലോകത്തോട് വിട പറഞ്ഞ് നാളെ സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് അല്ലാഹു മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള സ്വർഗം അനന്തരമെടുക്കുന്നവരുടെ കൂട്ടത്തിൽ കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ഏറെ ചർച്ച ചെയ്യുന്ന നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകരിലേക്കും പ്രവാചക ജീവിതത്തിലേക്കും അവിടുന്ന് ഉയർത്തിപ്പിടിച്ച ജീവിത വീക്ഷണത്തിലേക്കുമൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിയുന്ന ഒരു മാസം എന്ന നിലക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികൾ പ്രവാചക സ്നേഹ പ്രകടനത്തിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. പലപ്പോഴും ഈ സ്നേഹപ്രകടനത്തിന്റെ നെല്ലും പതിരും തെറ്റും ശരിയും മനസ്സിലാക്കപ്പെടാതെ പോകുന്നു എന്നത് നിർഭാഗ്യകരമാണ്. അങ്ങനെ പ്രവാചക സ്നേഹപ്രകടനത്തിന്റെ അതിരും പരിധിയും മനസ്സിലാക്കപ്പെടാതെ പോകുന്നതിന്റെ അപകടങ്ങളും അനർത്ഥങ്ങളും സമുദായത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാനും തിരുനബിയെ സ്നേഹിക്കാനും നിത്യജീവിതത്തിൽ തന്നെ നിരന്തരം അവസരമുള്ളവരാണ് നമ്മൾ. അഥവാ നബി സ്നേഹം എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക ദിവസത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും മാസത്തിലോ പരിമിതപ്പെടുന്ന ഒന്നല്ല, പരിമിതപ്പെടുത്തേണ്ട സംഗതിയുമല്ല. അടിക്കടി ഇടതടവില്ലാതെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാ വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മെ നമ്മളാക്കിയത്, നമ്മൾ നമ്മളായത് ആ ഉജ്ജ്വല വ്യക്തിത്വം കാരണമാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് നന്മകൾക്ക് നമ്മൾ കടപ്പെട്ടിട്ടുള്ളതും ആ പ്രവാചക ജീവിതത്തോടാണ്. നമ്മുടെ ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും ഒരു ക്രമവും വ്യവസ്ഥയും ഒക്കെ തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിച്ചാൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വ്യത്യസ്ത സന്ദർഭങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ ഇത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിന് വളരെ കൃത്യമായി ഒരു ക്രമവും വ്യവസ്ഥയും ഒരടുക്കും ചിട്ടയും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഉറക്കിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ രാത്രി നമ്മൾ ഉറങ്ങുന്നത് വരെയുള്ള നമ്മുടെ ഓരോ ചലനങ്ങളിലും നമ്മുടെ ഓരോ അനക്കങ്ങളിലും അടക്കങ്ങളിലും ആ റസൂലുള്ളാഹിന്റെ ഒരു അദൃശ്യ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രവാചകൻ പഠിപ്പിച്ചതനുസരിച്ചാണ് നമ്മൾ ഓരോ പ്രഭാതവും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ എന്ന് നമ്മൾ പറയുന്നു. പടച്ചവനെ, ഉറക്കമാകുന്ന മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്ന നാഥനാണ് സകല സ്തുതികളും. വഇലൈഹി നുശൂർ, ആ നാഥനിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങി ചെല്ലേണ്ടത്. ഇത് ഉരുവിട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രഭാതത്തിലും ഉറക്കമെഴുന്നേൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. നമ്മൾ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴും നമ്മൾ ഇടത് കാല് വെച്ച് കയറുന്നത് പ്രവാചക ചര്യ അങ്ങനെയായതുകൊണ്ടാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും അതേ റസൂലുള്ളാഹി തന്നെയാണ്. നമ്മൾ ഫജ്ർ നമസ്കാരത്തിന് വേണ്ടി വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, പടച്ചവനിൽ പരമേൽപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ നമ്മൾ ഇടത് കാല് വെച്ച് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നു, പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്. കാരണം ആ പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചത് പ്രവാചകനാണ്. വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കും പടച്ചവനോട്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിലേക്ക് തിരിച്ചു കയറുമ്പോൾ, പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ, നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ എന്ന് വേണ്ട, നമ്മുടെ ജീവിതത്തിന് ഒരു ഓർഡറും ഒരു സിസ്റ്റവും ഒരു ചിട്ടയും ഒരു വ്യവസ്ഥയും ഒക്കെ നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്ക് സമാധാനവും പരലോകത്ത് സ്വർഗവും നേടാനുള്ള ഈ ദീൻ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പടച്ചവനിൽ തൃപ്തിപ്പെട്ട, അള്ളാഹു തൃപ്തിപ്പെട്ട ഏക ദീൻ ഈ ദീനുൽ ഇസ്ലാം നമുക്ക് പകർന്നു തന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു റസൂലിനെ, അങ്ങനെയുള്ള നബിയെ ഒരു നിമിഷവും വിസ്മരിക്കാൻ നമുക്ക് സാധ്യമല്ലല്ലോ. എങ്ങനെയാണ് നമ്മൾ റസൂലിനെ ഓർക്കാതെ ഒരു നിമിഷം കടന്നു പോകുക, അല്ലെങ്കിൽ ഒരു ദിവസം കടന്നു പോവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസികൾ വിസ്മരിക്കാതിരിക്കാൻ, സത്യവിശ്വാസികൾ പ്രവാചകനെ ഒരിക്കലും മറന്നുപോകാതിരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ നമ്മെ കൊണ്ട് പ്രവാചകനെ ഓർക്കാൻ സംവിധാനങ്ങൾ എമ്പാടും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ നമ്മുടെ നിത്യജീവിതത്തിൽ. റസൂലുള്ളാഹിന്റെ പേര് പരാമർശിക്കപ്പെടുമ്പോൾ, പ്രവാചകന്റെ നാമം ഒരു സദസ്സിൽ പരാമർശിക്കപ്പെടുമ്പോൾ ആ പ്രവാചകന്റെ പേര് സ്വലാത്ത് ചൊല്ലാൻ വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആവശ്യപ്പെട്ടതാണ്. അങ്ങനെ പ്രവാചക നാമം, പ്രവാചകന്റെ പേര് പരാമർശിക്കപ്പെടുന്നിടത്ത് സ്വലാത്ത് ചെല്ലാത്തവന്റെ പേരിൽ പടച്ചവന്റെ കോപമുണ്ടാകുമെന്നാണ്.
നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നമസ്കാരത്തിലും പ്രത്യേകമായി പ്രവാചകന്റെ പേരിൽ, അവിടുത്തെ കുടുംബത്തിന്റെ പേരിൽ സ്വലാത്ത് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ആ സ്വലാത്ത് നിർവഹിക്കാതെ നമസ്കാരം പൂർണ്ണമാവുകയില്ലല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് തുടങ്ങുന്ന. അങ്ങനെ നമ്മൾ ഓരോ നമസ്കാരത്തിലും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, പ്രവാചകന്റെ കുടുംബത്തിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ പടച്ചവൻ നമ്മുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലുമെന്ന്. നമ്മൾ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ പടച്ചവൻ നമ്മുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ മൻ സ്വല്ല സ്വലാത്തൻ അലയ്യ സ്വല്ലല്ലാഹു അലൈഹി അശ്റ. പടച്ചവന്റെ 10 അനുഗ്രഹങ്ങൾ പകരം വാഗ്ദാനം നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക സ്മരണയുടെ പ്രാധാന്യം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മുഅ്മിനിന്റെ മനസ്സിൽ നിന്നും, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മായാതെയും മങ്ങാതെയും നിറഞ്ഞു നിൽക്കുന്ന അത്യുജ്വല വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി റസൂലുള്ളാഹിക്ക് നമ്മളോടുള്ള സ്നേഹത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രവാചകൻ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങേയറ്റം അഗാധമായി നമ്മെ സ്നേഹിച്ച മനുഷ്യ സ്നേഹിയായ ഒരു വ്യക്തിത്വമായിരുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനിയുടെ വഫാത്തിന് തൊട്ട് മുമ്പ് ഒരു സന്ദർഭത്തിൽ അവിടെ നിന്ന് മദീനയിലെ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിന് അരികിലൂടെ റസൂലുള്ളാഹി ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുമ്പോൾ അസ്സലാമു അലൈക യാ അഹ്ല ദാറൽ ഖൗഫിൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹു ലനാ വലക്കുമുൽ ആഫിയ. ഖബർ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. ഖബറാളികൾക്ക് സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ദാറ ഖൗമിൽ മുഅ്മിനീൻ. വിശ്വാസികളുടെ ഭവനത്തിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം. എന്നിട്ട് പറയുകയാണ് ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഞങ്ങളും അല്ലാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളോടൊപ്പം വന്നു ചേരാനുള്ളവരാണ്. മരണസ്മരണ ഓർമ്മിപ്പിക്കുക, മരണസ്മരണ ഉണർത്തുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്. ഖബർ സിയാറത്തിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, സുന്നത്തായി നിശ്ചയിക്കുമ്പോൾ അതിന്റെ ഒരു താല്പര്യമായി കൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അത് നിങ്ങളെ മരണസ്മരണ നിങ്ങളിൽ ഉണർത്തും. അപ്പൊ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, ഞങ്ങളും അല്ലാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളോടൊപ്പം വന്നു ചേരാനുള്ളവരാണ്. നസ്അലുല്ലാഹു ലനാ വലക്കുമുൽ ആഫിയ. ഞങ്ങൾക്കും നിങ്ങൾക്കും അല്ലാഹുവിൽ നിന്നുള്ള സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ റബ്ബിനോട് ചോദിക്കുകയാണ്. ഇത് ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനയെ പഠിപ്പിക്കുകയാണ്. ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികളോട് പറയുകയാണ്, വജിഅതു ലൗ അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ലൗ അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ. എന്റെ സഹോദരങ്ങളെ കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത് അവിടത്തോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ദൂതരെ, യാ റസൂലുള്ളാഹ്, ഞങ്ങളല്ലേ അവിടുത്തെ സഹോദരങ്ങൾ? റസൂലുള്ളാഹി അവരോട് പറയുന്ന മറുപടി, അൻതും ഇഖ്വാനി, അൻതും അസ്ഹാബി. അൻതും ഇഖ്വാനി എന്നല്ല, അൻതും അസ്ഹാബി. നിങ്ങൾ എന്റെ സഖാക്കളാണ്. ഞാൻ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത് എനിക്ക് ശേഷം ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ഉമ്മത്തിൽ വരാനിരിക്കുന്ന മുഅ്മിനുകളെ കുറിച്ചാണ്. ഈ ഉമ്മത്തിൽ പിറക്കാനിരിക്കുന്ന തലമുറകളെ സംബന്ധിച്ചാണ്. അവരാണ് എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ 63 വർഷം മാത്രം ദുനിയാവിൽ ജീവിക്കാൻ അവസരം ലഭിച്ച റസൂലുള്ളാഹി നമ്മയൊന്നും കാണാൻ റസൂലിന് അവസരം കിട്ടിയിട്ടില്ല. കാണാൻ റസൂൽ ആഗ്രഹിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, എനിക്ക് ശേഷം വരുന്ന ഈ ഉമ്മത്തിൽ പിറക്കാനിരിക്കുന്ന മുഅ്മിനുകളായ എന്റെ സഹോദരങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് റസൂലുള്ളാഹി ആഗ്രഹിക്കുകയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഅ്മിനുകളെ കാണാൻ ആഗ്രഹിച്ചിട്ടും വഫാത്താകുന്നത് വരെ ആ ആഗ്രഹം കാത്തു സൂക്ഷിച്ച പ്രവാചകൻ അത്രത്തോളം നമ്മെ സ്നേഹിച്ചിരുന്ന വ്യക്തിത്വമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മെ ഓരോരുത്തരെയും കാണാൻ ആഗ്രഹിച്ചിരുന്നു റസൂലുള്ളാഹി എന്ന്. ആ ആഗ്രഹം അദ്ദേഹം അവിടുന്ന് പ്രകടിപ്പിക്കുകയാണ്. അഥവാ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് നീളുന്നതായിരുന്നു റസൂലുള്ളാഹിക്ക് നമ്മോടുള്ള, ഈ സമുദായത്തിലെ ഓരോ വ്യക്തിയോടുമുള്ള സ്നേഹം എന്നാണ്.
എന്നല്ല, കുറെ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മൾ മനസ്സിലാക്കുന്നു പ്രവാചക വ്യക്തിത്വത്തിന്റെ തന്നെ തിളങ്ങുന്ന ഒരു ഭാവം ഈ സ്നേഹമായിരുന്നു എന്നാണ്. തന്റെ അനുയായികളാൽ ഇത്രയധികം സ്നേഹിക്കപ്പെട്ട, തന്റെ അനുയായികളെ ഇത്രയധികം അങ്ങോട്ട് സ്നേഹിക്കപ്പെടുകയും അങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്ത ഒരു നേതാവും അല്ലെങ്കിൽ ഒരു വ്യക്തിത്വവും ചരിത്രത്തിൽ ഇതുപോലെ ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ സ്വന്തം അനുയായികളിൽ ഇസ്ലാമിലെ ശിക്ഷാ നടപടിക്ക് വിധേയമായപ്പോ അപ്പോൾ പോലും റസൂലുള്ളാഹി അവരെ സ്നേഹിച്ചിരുന്നു എന്നാണ്. അനുയായികളിൽ ചിലർ ഇസ്ലാമിലെ ശിക്ഷാ നടപടിക്ക് വിധേയമായപ്പോൾ പോലും റസൂലുള്ളാഹി അവരെ സ്നേഹിച്ചിരുന്നുവെന്ന്, സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോഴും തന്റെ ഹൃദയത്തിൽ ആ സ്നേഹം പ്രവാചകൻ കാത്തു സൂക്ഷിച്ചിരുന്നുവെന്ന്. അതാണ് പ്രവാചക സ്നേഹത്തിന്റെ പ്രത്യേകത, അതാണ് റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത. തബൂക്ക് യുദ്ധത്തിൽ നമുക്കറിയാം, തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ 3 സഹാബികളെ സംബന്ധിച്ച്, കഅബ് ബിൻ മാലിക്കിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 സഹാബികളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനം നീട്ടിവെക്കപ്പെട്ടവരായിരുന്നു. തബൂക്ക് യുദ്ധത്തിന് പോയി തിരിച്ചു വന്നതിന് ശേഷം യുദ്ധത്തിന് പോകാതിരുന്ന ഓരോരുത്തരും പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് കാരണങ്ങൾ ബോധിപ്പിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടേതായ ന്യായങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകുമ്പോ കഅബ് ബിൻ മാലിക്കും കൂടെ ഉണ്ടായിരുന്ന 2 പേരും പ്രത്യേകിച്ച് ശറഈയായ ന്യായമായ കാരണങ്ങളൊന്നും അവർക്ക് ബോധിപ്പിക്കാനുണ്ടായിരുന്നില്ല. അവർക്ക് സംഭവിച്ച അബദ്ധം എന്ന് പറഞ്ഞാൽ പോകാം എന്ന് വിചാരിച്ച്, പുറപ്പെടാമെന്ന് വിചാരിച്ച് വൈകി പിന്നീട് പോകാൻ കഴിഞ്ഞില്ല. ആ ന്യായമായ കാരണം, ശരിയായ കാരണം, അവർക്ക് സംഭവിച്ച ഒരു ഒഫലത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ അശ്രദ്ധ, അത് പ്രവാചകന്റെ മുമ്പിൽ പറയുകയാണ്. പ്രവാചകൻ അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നില്ല, അവരുടെ കാര്യം പടച്ചവന് വിടുകയാണ്. അവർക്ക് പിന്നീട് അല്ലാഹു അവർക്ക് മാപ്പ് നൽകിക്കൊണ്ട് ഖുർആൻ ആയത്തുകൾ അവതരിപ്പിക്കുന്നുണ്ട്. തീരുമാനം നീട്ടിവെക്കപ്പെട്ട 3 പേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകിയിരിക്കുന്നത്. അവരനുഭവിക്കേണ്ടി വന്ന കുറെ സാഹചര്യങ്ങളുണ്ട്. അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നുണ്ട്. പടച്ചവന്റെ അവരുടെ കാര്യത്തിലുള്ള അല്ലാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാൻ റസൂലുള്ളാഹി ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ സത്യവിശ്വാസി സമൂഹത്താൽ ബഹിഷ്കരിക്കപ്പെട്ട ഒരു വിഭാഗം, അവരോട് സംസാരിക്കുന്നത് പോലും പ്രവാചകൻ വിലക്കുകയാണ് സഹാബികളോട്. എന്നല്ല, ഭാര്യമാരോട് പോലും അവരിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. അത്തരം ഒരു സന്ദർഭത്തിൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബി എന്ന് പറഞ്ഞാൽ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ബഹിഷ്കരണക്കാലത്ത് താൻ അനുഭവിച്ച കഥ വിവരിക്കുന്നുണ്ട്, വ്യത വിവരിക്കുന്നുണ്ട്, മാനസികമായ സംഘർഷം വിവരിക്കുന്നുണ്ട്. പിന്നീട് പള്ളിയിൽ നമസ്കരിക്കാൻ വരും, പക്ഷെ ആരും ഒരക്ഷരം സംസാരിക്കുകയില്ല. സലാം പറഞ്ഞാൽ പോലും ആരും മടക്കാതിരുന്ന കാലം, യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതിന്റെ ആ പാപഭാരവും പേറി പടച്ചവന്റെ തീരുമാനം വരുന്നതും കാത്ത് അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുമ്പോ കഅബ് ബിൻ മാലിക് പറയുകയാണ്, ഞാൻ നമസ്കരിക്കുമ്പോൾ പള്ളിയിൽ ഇരിക്കുന്ന പ്രവാചകനെ ഇടം കണ്ടിട്ട് നോക്കും. പ്രവാചകൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ പ്രവാചകനെ ഇടം കണ്ടിട്ട് നോക്കുമ്പോ റസൂലുള്ളാഹിയും എന്നെ നോക്കുന്നുണ്ടാകും. റസൂൽ തന്നെയാണ് അവർക്ക് ബഹിഷ്കരണ ശിക്ഷ പ്രഖ്യാപിച്ചത്. അങ്ങനെ ശിക്ഷ നടപ്പിലാക്കുമ്പോഴും തന്റെ അനുയായികളോടുള്ള സ്നേഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന പ്രവാചകൻ, ആ അനുയായിയെ സ്നേഹപൂർവ്വം അദ്ദേഹം അറിയാതെ നോക്കുന്ന പ്രവാചകൻ, ഇങ്ങനെ സ്വന്തം അനുയായികളെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു നേതാവ്, പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ വേറെ നമുക്ക് കാണാൻ കഴിയുകയില്ല. ഈ അനുയായികൾക്ക് പ്രവാചകനോടുണ്ടായിരുന്ന സ്നേഹവും അതുപോലെ തന്നെയായിരുന്നു. സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വൺ വേ ട്രാഫിക് പോലെയുള്ള സംഗതിയല്ലല്ലോ. കൊടുക്കുന്നതിനനുസരിച്ചാണ് സ്നേഹം തിരിച്ചു കിട്ടുക. അപ്പൊ തന്റെ അനുയായികളെ അങ്ങേയറ്റം സ്നേഹിച്ച റസൂലിന്റെ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ അവർക്ക് അവരുടെ ജീവിതത്തെക്കാൾ പ്രിയപ്പെട്ടതായിരുന്നു. പ്രവാചക സ്നേഹ പ്രകടനത്തിന്റെ പുതിയ പ്രവണതകൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് റസൂലിന്റെ ചര്യ സ്നേഹിച്ചുകൊണ്ടുള്ള സ്നേഹമാണ്. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്റെ ചര്യയെ ആരാണ് സ്നേഹിക്കുന്നത് അവരാണ് എന്നെ സ്നേഹിക്കുന്നവർ. വമൻ അഹബ്ബനി ഫഹുവ മഅഇ ഫിൽ ജന്ന, അങ്ങനെ എന്റെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട് എന്റെ ചര്യയെ സ്നേഹിച്ചുകൊണ്ട് എന്റെ സ്നേഹം നേടിയെടുക്കുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, അവരാണ് എന്റെ കൂടെ നാളെ സ്വർഗത്തിൽ ഉണ്ടാവുക. അപ്പോ പ്രവാചകന്റെ അനുയായികൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ചത് അങ്ങനെയാണ്. അബൂജഹൽ ഒരിക്കൽ പറയുന്നുണ്ടല്ലോ, മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് മറ്റേതെങ്കിലും ഒരു നേതാവിനെ അനുയായികൾ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് സാക്ഷാൽ അബൂജഹലാണ്. അഥവാ ശത്രുവിന്റെ സാക്ഷ്യമാണത്. അത് അക്ഷരാർത്ഥത്തിൽ സത്യസന്ധമായ സാക്ഷ്യം തന്നെയായിരുന്നു.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ നമുക്കറിയാലോ, ഗുഹയിൽ രണ്ടുപേരും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സാധ്യനിഷേധികൾ പ്രവാചകനെ തിരഞ്ഞ് പല ഭാഗത്തേക്കും പാഞ്ഞുപോയ ശത്രുക്കളിൽ ഒരു സംഘം ആ ഗുഹാമുഖത്ത് വന്ന അവരുടെ കാൽപെരുമാറ്റം കേട്ടുന്ന സിദ്ദീഖുൽ അക്ബറിന്റെ വ്യഥ, സിദ്ദീഖുൽ അക്ബറിന്റെ മനോഹ്യത, റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് വളരെ ദയനീയമായിട്ട് സിദ്ദീഖുൽ അക്ബറിന്റെ നോട്ടം, തന്റെ ജീവനെ കുറിച്ചല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആശങ്ക, തന്റെ പ്രിയപ്പെട്ട താൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അവരെങ്ങാനും അവരുടെ കാൽച്ചുവട്ടിലേക്ക് നോക്കിയാൽ റസൂലുള്ളാഹ് അവര് നമ്മളെ കാണുമല്ലോ, അവര് നമ്മളെ കണ്ടുപിടിക്കുമല്ലോ എന്ന വ്യഥ, ആശങ്ക പങ്കുവെക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഉമ്മു അമ്മാറയെ കുറിച്ച് നമുക്കറിയാം. ഉഹദ് യുദ്ധത്തിൽ ഒരു നിർണായകമായ സന്ദർഭത്തിൽ പ്രവാചക കൽപ്പനയോട് ചെറുതായി ഒരു ചെറിയ ഉപേക്ഷ വരുത്തിയപ്പോ ആ കൽപ്പന നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു ചെറിയ ഒരു അലംഭാവം സത്യവിശ്വാസികൾ സംഭവിച്ചപ്പോ ശത്രുക്കൾ ഇരമ്പിയാർത്ത് പ്രവാചകനെ ആക്രമിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ നേർക്ക് അമ്പുകൾ വരികയാണ്. ആ അമ്പുകളെ സ്വന്തം പരിച കൊണ്ട് പ്രവാചകന്റെ ചുറ്റുപാടും പാഞ്ഞു നടന്നുകൊണ്ട് പ്രവാചകനെ സംരക്ഷിക്കുന്നതിൽ മുന്നിൽ നിന്ന ഉമ്മു അമ്മാറ എന്ന സ്ത്രീയെ നമുക്കറിയാം. പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്, യുദ്ധഭൂമിയിൽ പലരും പിന്തിരിഞ്ഞപ്പോ ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു നിർണായകമായ സന്ദർഭത്തിൽ ആകെ അസ്വസ്ഥരായപ്പോ ഞാൻ എന്റെ മുൻഭാഗത്തേക്ക് നോക്കുമ്പോൾ ഞാൻ അവിടെ കാണുന്നത് ഉമ്മു അമ്മാറയാണ്, ഞാൻ എന്റെ വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെയും ഞാൻ കാണുന്നത് ഉമ്മു അമ്മാറയാണ്. പ്രവാചകനെ വലയം വെച്ചുകൊണ്ട് പ്രവാചകന്റെ ശരീരത്തിൽ ഒരു അമ്പ് പോലും ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടി മനുഷ്യ കവചം തീർത്ത ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് അനുയായികളുടെയും അവരുടെ തലമുറകളുടെയും ഒക്കെ സ്നേഹം നിർലോഭം പിടിച്ചു പറ്റിയ ഒരു മഹത്തായ അത്യുജ്വലമായ ഒരു വ്യക്തിത്വമായ പ്രവാചകൻ നമ്മൾ കാണുകയാണ്. അവരുടെ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. മനുഷ്യ സമൂഹത്തോടുള്ള അളവറ്റ സ്നേഹവും അങ്ങേയറ്റത്തെ കാരുണ്യവും, മനുഷ്യ സമൂഹത്തോട് മൊത്തത്തിൽ അങ്ങേയറ്റത്തെ സ്നേഹവും അളവറ്റ കാരുണ്യവും പ്രവാചക വ്യക്തിത്വത്തിൽ നമ്മൾ കാണുന്ന രണ്ട് സവിശേഷ ഗുണങ്ങളാണ്. ഖുർആൻ അടയാളപ്പെടുത്തിയ സവിശേഷതകളാണ്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൈവദൂതൻ, നിങ്ങൾ വിഷമിക്കുന്ന അദ്ദേഹത്തിന് അസഖ്യമാണ്, നിങ്ങൾ പ്രയാസപ്പെടുന്നത് പ്രവാചകന് അസഖ്യമാണ്, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യനുമാണ്, വിശ്വാസികളോട് അങ്ങേയറ്റം ദയാലുവും കാരുണ്യമുള്ളവരുമാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളോട് മാത്രമല്ല പ്രിയമുള്ളവരെ, ലോകത്തിന് മുഴുവനും കാരുണ്യമായി അയക്കപ്പെട്ട പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. വിശുദ്ധ ഖുർആനിന്റെ സാക്ഷ്യമാണ്. പ്രവാചകരെ താങ്കളെ നാം അയച്ചിട്ടില്ല ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ. ആലമീൻ എന്ന് പറഞ്ഞാൽ അത് കേവലം മുസ്ലിങ്ങളല്ല, മനുഷ്യ സമൂഹം മാത്രവുമല്ല, മറിച്ച് സകല ജന്തു ജീവജാലങ്ങളും എന്നല്ല, പ്രപഞ്ചത്തിലെ സകലത്തിനോടും കാരുണ്യത്തോടുകൂടി, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കൾക്കും ജന്തുജീവജാലങ്ങൾക്കും അചേതന വസ്തുക്കൾക്ക് വരെ കാരുണ്യമായി റഹ്മത്തായി അയക്കപ്പെട്ട പ്രവാചകൻ. അങ്ങനെയുള്ള ഒരു പ്രവാചകനെ പിന്തുടരുന്നവരെന്ന് അവകാശപ്പെടുന്ന നമ്മൾ ലോകത്തിന് നമ്മൾ കാരുണ്യമാകുന്നുണ്ടോ? മനുഷ്യ സമൂഹത്തിന് നമ്മൾ കാരുണ്യമാകുന്നുണ്ടോ? മനുഷ്യ സമൂഹത്തിന് ആശ്വാസവും അവലംബവുമായി മാറാൻ കഴിയാത്തിടത്ത് പ്രിയമുള്ളവരെ എങ്ങനെയാണ് നമ്മൾ പ്രവാചകന്റെ അനുയായികളായി തീരുക? അതുകൊണ്ട് നമ്മൾ ലോകത്തിന് കാരുണ്യമായി അയക്കപ്പെട്ട പ്രവാചകന്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, ആ പ്രവാചകനോടുള്ള സ്നേഹത്തിൽ നമ്മൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹപ്രകടനത്തിൽ വഴിവിട്ട രീതികൾ വരെ സമുദായം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ആ പ്രവാചകൻ എന്തിനു വേണ്ടിയാണോ ലോകത്തേക്ക് നിയോഗിതനായത്? ലോകത്തോട് മുഴുവൻ കാരുണ്യത്തോടുകൂടി വർത്തിച്ച പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ പകർത്തേണ്ട പാഠം അതുകൂടിയല്ലേ? നമ്മൾ ഈ സമൂഹത്തിന് കാരുണ്യമാകുന്നുണ്ടോ? അവലംബമാകുന്നുണ്ടോ? ആശയും പ്രതീക്ഷയും നൽകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതാണ് സത്യം. പ്രവാചകൻ നമ്മൾ കാണുകയാണ്, ഒരു യാത്രക്കിടയിൽ തണുപ്പ് മാറ്റാൻ വേണ്ടി അനുയായികൾ തീ കത്തിക്കുകയാണ്. അത് പടർന്നു പോകുന്നിടത്ത് ഒരു ഉറുമ്പിൻ കൂട്ടത്തെ കണ്ടുകൊണ്ട് തീ കെടുത്താൻ ആവശ്യപ്പെടുകയാണ് അനുയായികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉറുമ്പുകളുടെ ജീവൻ രക്ഷിക്കാൻ അങ്ങനെ തീ കെടുത്തി ആ ഉറുമ്പിൻ കൂട്ടം കരിയാതെ രക്ഷപ്പെട്ടത് കാണുമ്പോ റസൂലുള്ളാഹി അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ സ്തുതിക്കുന്ന റസൂൽ നമ്മൾ കാണുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ ഒരു തോട്ടത്തിലൂടെ പ്രവാചകൻ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുമ്പോ ഒരു ഒട്ടകത്തിന്റെ കരച്ചിൽ കേൾക്കുകയാണ് റസൂലുള്ളാഹി. നോക്കിയപ്പോ ഈത്തപ്പന മരത്തിൽ കെട്ടിയിടപ്പെട്ട ഒരു ഒട്ടകത്തെയാണ് പ്രവാചകൻ കാണുന്നത്. ആ ഒട്ടകത്തിനടുത്ത് ചെന്നുകൊണ്ട് പ്രവാചകൻ നോക്കുമ്പോ അതിന്റെ കണ്ണിൽ നിന്നും വെള്ളം നിറയുകയാണ്. അതിന്റെ കണ്ണിൽ വെള്ളം നിറയുന്നത് കണ്ട് പ്രവാചകൻ സ്വന്തം കൈകൊണ്ട് അത് തുടച്ചു കൊടുക്കുകയാണ്. അത് വിശന്ന് വലഞ്ഞത് കൊണ്ടാണ്
ആ ഒട്ടകം കരയുന്നതും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാണെന്ന് അന്വേഷിക്കുന്നു. ഉടമസ്ഥനെ കണ്ടെത്തിയപ്പോൾ റസൂലുള്ള അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? പടച്ചവൻ അതിനെ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് നന്നായി സംരക്ഷിക്കാനാണ്. ആ ഒട്ടകം ഉടമക്ക് തന്റെ തെറ്റ് ബോധ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ജീവികളോട് മാത്രമല്ല മരങ്ങളെ പോലും സ്നേഹിച്ച പ്രവാചകൻ ഒരു കുട്ടി കാഴ്ച നിൽക്കുന്ന ഈത്തപ്പന മരത്തിലേക്ക് കല്ലെറിയുന്നുണ്ട്. തോട്ടമുടമ ബാലനെ പിടിച്ചുകൊണ്ടുവന്ന് റസൂലിന്റെ മുന്നിൽ ഹാജരാക്കി. റസൂൽ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മോനെ നീ മരത്തിന് നേരെ കല്ലെറിഞ്ഞത്? കുട്ടി പറയുന്നു, പഴം കിട്ടാൻ വേണ്ടി എറിഞ്ഞതാണ്. അതിന് മറുപടി പറയുമ്പോൾ കുട്ടിയോട് പ്രവാചകൻ ചോദിക്കുന്നതിന്, മോനെ മരത്തിന് വേദനിക്കില്ലേ? ഇനിമേൽ ഒരു മരത്തെയും എറിയത് പഴുത്തു ഭാഗമാകുമ്പോ അത് താഴെ വീഴുമല്ലോ എന്നാ കുട്ടിയോട് പറയുമ്പോ ആ കുട്ടി പറയുകയാണ്, ഞാനിനി ഒരിക്കലും ഒരു മരത്തിനും കല്ലെറിയില്ല എന്ന് തീരുമാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ സകല ജന്തുജീവജാലങ്ങളോടും എന്നല്ല അചേതന വസ്തുക്കളോട് പോലും പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ സകലതിനോടും കാരുണ്യം പ്രകടിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രവാചകനാണ് നമ്മുടെ നേതാവ് എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ്. ഈ പ്രവാചകനാണ് നമ്മുടെ നേതാവ്. മുഹമ്മദുൻ സഹീമുന, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ നേതാവ് എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന സംഗതിയാണ്. നമ്മുടെ കുട്ടികൾക്ക് റോൾ മോഡൽ ആകേണ്ടത് പ്രവാചകനാണ്. നമ്മുടെ കുട്ടികളുടെ ഐഡിയൽ റോൾ മോഡൽ ആകേണ്ടത്, അവരുടെ ജീവിതത്തിൽ പകർത്തേണ്ട റോൾ മോഡൽ ആകേണ്ടത് പ്രവാചകനാണ്. നമ്മുടെയും റോൾ മോഡൽ പ്രവാചകനാണ്. ആ പ്രവാചക ജീവിതത്തെ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ആത്മപരിശോധന നടത്തി നോക്കേണ്ടത്. ഈ കാരുണ്യത്തിന്റെ പ്രവാചകനെ, ഈ കാരുണ്യം കൊണ്ട് അയക്കപ്പെട്ട പ്രവാചകനെ ലോകത്ത് മനുഷ്യരോട് മാത്രമല്ല, വിശ്വാസികളോട് മാത്രമല്ല, മനുഷ്യരോട് മാത്രമല്ല, സൃഷ്ടിജാലങ്ങളോട് മാത്രമല്ല, സകല ചരാചരങ്ങളോടും കാരുണ്യത്തോടുകൂടി വർത്തിച്ച ഒരു പ്രവാചകനെ യുദ്ധഭ്രാന്തനായി ചിത്രീകരിക്കുമ്പോ, യുദ്ധക്കൊതിയനായി ചിത്രീകരിക്കുമ്പോ ഓറിയന്റലിസ്റ്റുകൾ ഈ അർത്ഥത്തിൽ പ്രവാചക ജീവിതത്തെ വളരെ വികൃതമായി, വിരൂപമായി, വളരെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോ കാർട്ടൂണുകളും ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും വിമർശന പഠനങ്ങളും ഒക്കെ പ്രവാചക വ്യക്തിത്വത്തെ അപഹസിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി പ്രതിയോഗികൾ പ്രചോദനപ്പെടുത്തുമ്പോ, പ്രിയമുള്ളവരെ, റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലിന്റെ കരുണാർദ്രമായ ജീവിതം ലോകത്തിന് പകർന്നു നൽകുന്നതിൽ ഉമ്മത്ത് മുസ്ലിമക്ക് സംഭവിച്ച ഗുരുതരമായ വീഴ്ച പ്രവാചക വ്യക്തിത്വം ഇത്രമേൽ തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണമായില്ലേ എന്ന് ഈ ഉമ്മത്തിലെ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഞാനും നിങ്ങളും ആത്മപരിശോധന നടത്തേണ്ടതാണ്. റസൂലുള്ളാഹിന്റെ മുഖത്തെ തെളിമയാർന്ന ആ കരുണാർദ്രമായ മുഖത്തെ സമൂഹത്തിന് മുന്നിൽ പ്രകാശിപ്പിക്കുന്നിടത്ത് നമ്മുടെ സ്വന്തം ജീവിതത്തിലൂടെ ആ പ്രവാചക വ്യക്തിത്വത്തെ സ്വാംശീകരിച്ചുകൊണ്ട് സമൂഹത്തിന് കാരുണ്യത്തിന്റെ ഒരു മെസ്സേജ്, കാരുണ്യത്തിന്റെ തണലാകുന്നിടത്ത് നമുക്ക് സംഭവിച്ച വീഴ്ചയും പ്രവാചക വ്യക്തിത്വം ഇത്രമേൽ തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണമാകുന്നില്ലേ എന്ന് നമ്മൾ വിലയിരുത്തണം. നമ്മൾ ആത്മപരിശോധന നടത്തണം. തിരുത്തേണ്ടത് നമ്മൾ തിരുത്തണം. ആ പ്രവാചകൻ പകർന്നു തന്ന ഉജ്ജ്വലമായ അധ്യാപനങ്ങളെ സ്വന്തം ജീവിതത്തിലൂടെ സമൂഹത്തിന് തെളിയിച്ചു കാണിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടവരാണ് പ്രവാചക അനുയായികളെന്ന് അഭിമാനിക്കുന്ന, അവകാശപ്പെടുന്ന ഞാനും നിങ്ങളും എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ ജീവിതത്തെ സ്വന്തം ജീവിതത്തിലേക്ക് സാധ്യമാകുന്ന വിധം ഏറ്റെടുത്ത് ഏറ്റുവാങ്ങി അതിൽ ആ ഒരു ജീവിതത്തെ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാൻ, സത്യത്തിന്റെ സാക്ഷ്യം നിർവഹിക്കാൻ, അതുവഴി പ്രവാചക ജീവിതത്തെ ഏറ്റവും മനോഹരമായി സമൂഹത്തിന് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.